അലിഖിതമായ നിയമവാഴ്ചയും പ്രാകൃതമായ ശിക്ഷാ നടപടികളെയും കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിലെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കാര്യവട്ടം ക്യാമ്പസിൽ നടന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളെ നിയമസഭയിൽ കൊണ്ടുവരികയില്ല. എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത്. ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികളുണ്ട്. ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുക. പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാകും, സർക്കാർ നിയന്ത്രിക്കും, പാർട്ടി നിയന്ത്രിക്കും എന്നാണ്. നമുക്കറിയാം, നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ, കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജമായി മാറിയത്. ഇന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താൻ അന്ന് പറഞ്ഞത് ശരിയാണ്, താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുകയാണ്, ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പൊ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണിത്. ഞങ്ങൾ ഈ വൃത്തികേടുകളെല്ലാം ഇനിയും കാണിക്കും, ഇനിയും ഇത്തരം ഗുണ്ടാപ്പടകളെ ഞങ്ങൾ പുറത്തിറക്കും, അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുട പിടിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സിദ്ധാർത്ഥിന്റെ വിഷയം, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത്, അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത്, നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു പ്രിൻസിപ്പലിന്റെ ശവസംസ്കാര കർമ്മമാണ് അവർ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത്. ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി. വേറൊരു പ്രിൻസിപ്പലിന്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു. ഇപ്പൊ ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത്. ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, SFIയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം, ഈ അധ്യാപകൻ 2 കാലിൽ നടക്കില്ല, ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും, ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് SFI ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവന്റെ പേരിൽ കേസില്ല. ഇവിടെ ഇരുണ്ട മുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അയാളെ സാൻജോസ് എന്ന KSU ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല, പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് KSUക്കാർ ചെന്നത് ആശുപത്രിയിൽ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അവിടെ വീണ്ടും SFIക്കാർ വന്ന് അക്രമം നടത്തിയാണ്. ബഹുമാനായ MLA-മാരായ ശ്രീ M. വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി. M. വിൻസെന്റിനെ 50ഓളം പോലീസുകാർ നോക്കി നിൽക്കെ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു. അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. അപ്പൊ ഹോസ്റ്റലിൽ, പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? M. വിൻസെന്റ് MLA കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല. 2 MLA-മാർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ്. ആ 2 MLA-മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം, സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ്. വലിയ ASF പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടം എന്നാണ് CPIയുടെ മുഖപത്രമായ ജനയുഗം ഈ SFIക്കാരെ വിശേഷിപ്പിച്ചത്. ഇവര് പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകാൻ ശ്രമിക്കുന്നു, വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു, എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു. അവർക്ക് മുഴുവൻ കുട പിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാകുന്നത്. അദ്ദേഹം ഇന്ന് അവരെ മുഴുവൻ ന്യായീകരിക്കുകയായി. ഇവരിപ്പോൾ നിരന്തരമായി വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുക. ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ കൂടിയാണ്. ഇപ്പോൾ പാർലമെന്റ് കാര്യ മന്ത്രി ഇന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് എഴുന്നേറ്റത്? അതിന് എഴുന്നേക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത്? പാർലമെന്ററി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫ്ലോർ മാനേജ്മെന്റിനെ കുറിച്ചും അറിയാത്ത ആളാണോ പാർലമെന്ററി കാര്യമന്ത്രി? എന്റെ പ്രസംഗം എത്രമാത്രം ധനകാര്യമന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി
അതുപോലെ മറ്റു മന്ത്രിമാർ എത്ര പേരാണ് തടസ്സപ്പെടുത്തിയത്? അവസാനം സ്പീക്കർ എന്താ പറഞ്ഞത്? നിസ്സഹായത. അതായത് പിൻ ഡ്രോപ്പ് സൈലൻസിൽ വാക്കൌട്ട് പ്രസംഗം നടത്താൻ പറ്റില്ല, ബഹളത്തിനിടയിൽ പ്രസംഗിച്ചു പോകണം. അപ്പൊ സ്പീക്കറുടെ നിസ്സഹായ അവസ്ഥയാണ്. സ്പീക്കർ പറഞ്ഞാൽ കേൾക്കാത്ത സംഘമാണ്. ഈ നിയമസഭയിൽ ഒരു സംഘം ബാക്ക് ബെഞ്ചിൽ നിന്ന് കുറെ പേരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് ബഹളമുണ്ടാക്കിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൌട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഇവര് 99 പേരിൽ നിന്ന് 98 പേരിൽ നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ 40 പേര് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോവുള്ളൂ. നിയമസഭയ്ക്കകത്തും ഇവരുടെ ഗുണ്ടായിസം ആരംഭിച്ചിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്ത് സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ്. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഇതാണ് തീരുമാനമെങ്കിൽ ഞങ്ങളെ സംസാരിക്കില്ല, പ്രതിപക്ഷ നേതാക്കളെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിൻ ഡ്രോപ്പ് സൈലൻസിൽ പ്രസംഗിക്കില്ല. മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് CPM-നോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞു. മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത്, ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, മഹാരാജാവെന്നാണ് ധാരണ. അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല, ജനങ്ങളോട് താല്പര്യമില്ല. താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ തിരുത്താൻ തയ്യാറല്ലാത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല. തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ CPM-ന് സംഭവിക്കും, ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകും. അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കും. ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അത്. എല്ലാ കാലത്തും അക്രമ സംഭവങ്ങളാണ്, എല്ലാ കാലത്തും. അവരതിനു വേണ്ടിയിട്ടാണ് അവരെന്നും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കാണ് അറിയില്ലാത്തത്? അവര് ക്യാമ്പസിൽ മേധാവിത്വമുള്ള ഏതെങ്കിലും ക്യാമ്പസിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കും? ഇപ്പൊ ഞങ്ങളുടെ കാര്യം പോട്ടെ, ASF-ന് അനുവദിക്കാറുണ്ടോ? ASF-ന്റെ വനിതാ നേതാവിനെ ക്രൂരമായി ആക്രമിക്കുകയും ചെവി പൊട്ടിപ്പോകുന്ന തെറി വിളിക്കുകയും ചെയ്ത ആളാണ് പിന്നെ SFI സെക്രട്ടറി ആയിട്ട് പ്രൊമോഷൻ കൊടുത്തത്. നിങ്ങൾ ഓരോ സംഭവങ്ങളും നോക്കൂ. എത്ര ASF പ്രവർത്തകർക്കാണ് ASF യൂണിറ്റ് എല്ലായിടത്തും എല്ലാം SFIക്കാരെ അവരെ ആക്രമിക്കും. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകരെ അവർക്ക് കീഴടങ്ങി നടത്തണം. അല്ലാത്ത അധ്യാപകർക്കെതിരായിട്ട് അവർ ബഹളം ഉണ്ടാക്കും. അവരുടെ അതേ സംഘടന, അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർക്ക് പോലും അവർക്ക് വിധേയരായി ജീവിച്ചില്ലെങ്കിൽ അവർ എത്ര അധ്യാപകരെയാണ് അവരിപ്പോ ആക്രമിക്കുന്നത്? കൊയിലാണ്ടിയിലുണ്ടായ സംഭവം ആദ്യത്തെ സംഭവമല്ലല്ലോ, ലോ കോളേജിലുണ്ടായില്ലേ? ലോ കോളേജിൽ അധ്യാപികമാരെ 16 അധ്യാപികമാരുൾപ്പെടെയുള്ള 21 വരെ പൂട്ടിയിട്ടില്ലേ? ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? ഇരുണ്ട മുറിയിലാക്കിയില്ലേ? പുറത്തിറങ്ങാൻ നോക്കിയ അധ്യാപികയുടെ കൈ പിടിച്ച് തിരിച്ചില്ലേ? എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സംഘമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. CPM-ന്റെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാ സംഘമാണ്. അവരുടെ സർവനാശത്തിനാണ് ഈ ഗുണ്ടാപ്പട ഉണ്ടാക്കുന്നത്. അവരുടെ സർവനാശം. അത് മുഖ്യമന്ത്രി എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകം ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും CPM-ഉം ഗവൺമെന്റും ഇവരെ നിയന്ത്രിക്കണ്ടേ? ഇവർ വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാവുകയാണ്. വീണ്ടും കോഴിക്കോട് നിന്ന് വേറൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലേ? സിദ്ധാർത്ഥിന്റെ വിഷയം കത്തിനിൽക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ക്യാമ്പസുകൾ മുഴുവൻ കുരുതിക്കളങ്ങളായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്.